ഓയ് എന്താ വിളിച്ചിരുന്നോ? നീ കാത്തിരുന്ന നാളിതാ തഞ്ചം നോക്കി വന്നിതാ. തഞ്ചം നോക്കി പതുക്കെ വന്നാൽ മതി. തഞ്ചം നോക്കി തന്നെ പതുക്കെ വന്നാൽ മതി. സ്പീഡിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, ഈ തഞ്ചം നോക്കി എന്തിനാ വരുന്നത്? കാണാത്ത കാഴ്ച സമ്മതി കാണിക്കും, പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി. അത് ഏതായാലും കൊള്ളാം. അതൊക്കെ നല്ലത് തന്നെ. അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഇപ്പൊ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ്. ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ, ഈ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഷാള്, ഇതിന് പറക്കാത്തിൽ 250 രൂപ എത്ര വില വരുള്ളൂ. പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ്. നമ്മളൊരു ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മിനിങ്ങളായ മനുഷ്യർ ഒന്ന് എണീറ്റ് പുസ്തകം പറയും. ഒരു കല്യാണ സദസ്സിലേക്ക് നിന്നാൽ, ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനം അവർണ്ണനീയമാണ്. നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ, അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കെ തന്നെ ഈ വേഷങ്ങളൊന്നും, ഇതിന്റെ വിജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്കേ നമ്മുടെ ആദരവുണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവും നമ്മുടെ വസ്ത്രമൊക്കെ. അപ്പൊ ജനങ്ങൾക്ക് നമ്മളോടുള്ള ആ ബഹുമാനം ആദരവും ഒക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ്. അതിനൊക്കെ കളങ്കം വരുത്തും. ഓരോ ദിവസം കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഞാനും നിങ്ങളൊന്നും മാത്രമല്ല, നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന, സമൂഹത്തിന്റെ പരിഹാസ്യരാക്കുന്ന രൂപേണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല കൂത്തുകളും. പാട്ടൊക്കെ നല്ലത് തന്നെയാണ്. കേരള സമൂഹം കാതു കൂർപ്പിച്ചിരുന്ന് ആസ്വദിച്ച നിമിഷങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം, പുഞ്ചിരി കണ്ടാലതുമതി ജീവിത വിജയ പുരസ്കാരം, പഞ്ചാരത്തിനുമേനി മണത്തവരിരുജഗമിൽ താരം. എത്ര മനോഹരമായാണ് ഹബീബായ തങ്ങളെ ഈ വർണ്ണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെയൊക്കെ മജ്‌ലിസിൽ ഇന്നും യഥാർത്ഥ ആലിമീങ്ങളും യഥാർത്ഥ മുഅ്മിനീങ്ങളും പ്രേക്ഷകരായിട്ട് കുന്നുകൂടുകയാണ്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരുടെ പരിപാടിക്ക് ഇന്നും പ്രേക്ഷകരായി എത്തുന്ന ആളുകൾ അത്രയും അള്ളാഹുവിന്റെ ദീനോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ്. പക്ഷേ ഇവരുടെ ബുറുദയെ കേട്ടിരുന്ന മനുഷ്യർ ആ ബുറുദയോടുള്ള മഹബത്ത് കൊണ്ട് കല്യാണ വീട്ടിലെ ആഭാസങ്ങൾ നിർത്തലാക്കണം എന്നതിന് ഒരു ബദൽ സംവിധാനമായിട്ട് സാധാരണ വേദിയിൽ നടന്ന ബുറുദകൾ കല്യാണ വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. അവരാണത് തുടങ്ങിത്തന്നത്. പക്ഷേ അവര് വലിയ വലിയ വേദികളിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഗ്യാപ്പിൽ കുറച്ച് കുഞ്ഞു ടീംസുകൾ ഈ കല്യാണ വീടുകളിലെ ബുറുദ ഏറ്റെടുക്കുകയും പിന്നീട് ബുറുദയുടെ എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇന്ന് ഗാനമേളയുടെ ഡീജനെ തോൽപ്പിക്കുന്ന രൂപത്തിൽ, അത്രയും അപഹാസ്യമായ രൂപത്തിലാണ് ഈ ബുറുദ എന്ന പേരിൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ആഭാസ ഗാനമേള എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും ഉസ്താദന്മാർ ഈ വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പറയുന്നവരെ പരിഹസിക്കുകയും തെറി വിളിക്കുക എന്നതിനപ്പുറം ഇതിന് ഇവർക്കൊരു മാറ്റമില്ല. കാരണം ഈ സമുദായം പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു ബഹുമാനം അതിന്റെ മറപിടിച്ച് കാണിക്കുന്ന കോപ്ര എന്ന് പറഞ്ഞ ചെറുതൊന്നുമല്ല. ഇപ്പൊ ഊന്നാൻ വരുന്ന മുത്തഅല്ലിമീങ്ങൾ അടക്കം ഇതിന്റെ ആളുകളായി മാറുകയാണ്. 2-3 കൊല്ലമൊക്കെ ഏതെങ്കിലുമൊക്കെ ദർസിൽ കിടന്ന് കറങ്ങി ഈ വേഷമൊക്കെ ധരിച്ച് ഈ പാട്ടിന്റെ പിന്നാലെ പോയി തന്റെ ഭാവി ബാസുരമാക്കുന്നതിനപ്പുറം ഒരു കാലം അവരുടെ ആ ഒരു ഹ്രസ്വമായ കാലം പോലും പാട്ടിന്റെ പുറകെ കൂടി ഒരു അര വരി പോലും വായിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്, ഒരു ഹറക്കത്തിലാത്ത കിതാബ് തർക്കീബ് അനുസരിച്ച് വായിക്കാൻ കഴിയാത്ത ഒരു രൂപത്തിലേക്ക് കുട്ടികൾ പോവുകയും പിന്നീട് ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ മൂലക്കേക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരായി മാറിപ്പോകുന്നൊരു അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ സംജാതമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ബോധ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മക്കൾ ദർസിലേക്ക് ഓതാൻ വിടുന്നുണ്ടെങ്കിൽ അവർ ഓതാൻ തന്നെ പോകണം. അവരുടെ മുഖ്യമായ വിഷയം പഠനം എന്നുള്ളതാകണം. മറ്റു ഒരു മേഖലകളിലേക്കും അവർ പോകാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടലും പറയലും ഒക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ പഠനത്തിന് മുഖ്യം കൊടുക്കുകയും അതിനുശേഷമാകണം. അതൊക്കെ ഒരു സൈഡ്. ഇതൊക്കെ നമ്മൾ ബുറുദ ചെല്ലുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ആസ്വദിക്കാനും സ്വന്തം ആത്മീയതയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ മേഖലകളിലേക്ക് നമ്മൾ സജീവമായി പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ഫാദിൽ ഉസ്താദിനെ പോലെ ഒരു മാദിഹായി മാറുകയാണെങ്കിൽ അതിൽ ഇഹപര വിജയമുണ്ട്. അതിനപ്പുറം
ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ എടുത്ത് തോട്ടിലേക്ക് എറിയും. ആളുകൾക്ക് മടുക്കും. ഇപ്പൊ തന്നെ ഈ കമന്റ് ബോക്സിൽ ആളുകൾ മതപണ്ഡിതന്മാര് തന്നെ നിറഞ്ഞാടുന്നത് എന്തുകൊണ്ടാണ്? അവര് തന്നെ വിരക്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. ആരായിക്കോട്ടെ, ഒരു മുസ്ലിമാണ്, അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല. നമ്മൾ അച്ചടക്കമുള്ള ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ. എവിടെയും അദബ് എന്നുള്ളത് വളരെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മതമാണിത്. ഡിഗ്നിറ്റി, മനുഷ്യന്റെ അസ്തിത്വവും വ്യക്തിത്വവും അത് അവന്റെ എല്ലാ മേഖലകളിലും പ്രകടമാകണം. അതിനപ്പുറത്തേക്ക് ഈ കോപ്രായങ്ങൾ മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതിന്റെ അടയാളമാണ് മതപണ്ഡിതന്മാർ തന്നെ എന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞാടുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമ്മളൊരു പാട്ടുകാർക്കും എതിരല്ല, ഒരു ബുറുദക്കാർക്കും നമ്മൾ എതിരല്ല. പക്ഷേ നിങ്ങൾ ഈ കല്യാണ വീട്ടിൽ കാണിക്കുന്ന ഈ മാതിരി കോപ്രായം അത് പൊതുസമൂഹത്തിനിടയിൽ മതപണ്ഡിതന്മാരെ വില കുറച്ച് കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പലരും ഇത് ആഘോഷിക്കുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പരസ്യമായിട്ട് പറയുന്നത്? നിങ്ങൾക്ക് പരസ്യമായിട്ടിടാങ്കിൽ ഇത് പരസ്യമായിട്ട് പ്രതികരിക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് മൂക്ക് എത്താൻ കഴിയുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് മൂക്ക് എത്തിക്കോളി എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ വിഷയത്തെ രഹസ്യമായി തിരുത്താൻ ശ്രമിച്ച കാലയളവിൽ നന്നായിട്ട് അസഭ്യം കേട്ടിട്ടുണ്ട്, നന്നായിട്ട് ചീത്തവിളി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പറയണം എന്നുള്ളത് അതൊരു ദൗത്യമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പറയും, ഇനിയും ചീത്ത വിളിച്ചോളി, ഇനിയും പറയുന്നത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ വരെ ചീത്ത വിളിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത് പറയണമെന്ന് തന്നെ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, മൂക്ക് ചെത്താനുള്ള ഒരു ചെത്തിക്കോളി നമുക്ക് പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീൻ അത് കളങ്കപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്താലും അത് പറയൽ ബാധ്യതയാണെന്നുള്ളതിലൊക്കെ പറയുക തന്നെ ചെയ്യും. അതിന് നമ്മുടെ ഒതുമുറിയിൽ നിന്ന് നോക്കിയിരിക്കുന്ന ആളുകൾ ആ ഒതുമുറിയിൽ നിന്നൊക്കെ പറഞ്ഞോളി ഇൻഷാ അല്ലാഹ്.